ഇതിൻ്റെ ഒരു വീടും വരെയോടെ കൂടെ ഒരു 19 സെൻറ്റും ഒരു വീട് 20 സെൻറ്റും ഒക്കെ ഉള്ളത്, പിന്നെ ഒരു 36 സെൻറ്റിൻ്റെ. ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് വിറ്റാലേ ഇവർ സുഖമായിട്ട് കൊടുക്കാൻ കഴിയില്ല. അവർ പറഞ്ഞു ഈ കീർത്തിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഇവൻ കിരൺ ഈ തന്ത അടിച്ചെന്ന് പറയുന്നത് അടിച്ചിട്ട്. ശരി, സ്വന്തം തന്തയെ അടിച്ചിട്ടുണ്ട്. ഈ വളർത്തി പഠിപ്പിച്ച ചേട്ടൻ കണ്ടിരുന്നു അവനെ കോടതി വെച്ച്? പിന്നെ എപ്പോഴും കാണുന്നില്ല, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമല്ലോ. അപ്പൊ അവൻ എന്തെങ്കിലും കുറ്റബോധം? ഒന്നുമില്ല, അവൻ വെറുതെ കൂളായിട്ട് അങ്ങനെയൊക്കെ അതിനൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം അങ്ങനെ കൊണ്ടുവന്ന് തണ്ടാന് കൊടുക്കട്ടെ. കാരണം ഈ തണ്ടാനെന്ന് പറയുമ്പോൾ അവർ സാറ് പറഞ്ഞ ആ ഒരു ജോലിയെ ഇവർ കുറച്ച് കാണുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ടില്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടേ ഇല്ല. പക്ഷേ എനിക്കൊരു അക്കൗണ്ട് എത്രയോ വർഷം മുമ്പ് എൻ്റെ മോളെടുത്ത്, അതേപോലെ ഒരു സ്കൂൾ അധ്യാപികയാണ് തൃശ്ശൂർ, അവൻ്റെ വലിയമ്മയുടെ ഒരു മോള്. ശരി, അത് അവൾക്കുള്ള വോയിസ് എൻ്റെ ഇരിപ്പുണ്ട്. അവൾക്കും എതിരായിട്ടും ചിലപ്പോൾ ചലിച്ചാൽ ഈ ജോലി അവൾക്കുള്ളതും പോവും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അവൻ്റെ പറഞ്ഞിട്ട് വാളയാറിലെങ്ങാനും പോയി നമുക്കൊരു വല്ല ഇരുന്നാൽ പോരെ, ഇതേ കൂടിയ വണ്ടി നമുക്ക് എടുത്തൂടെ. ഇത് മൂലം കുറേ ആൾക്കാരൂടെ കുടുങ്ങി, ഒരുപാട് പേര് കുടുങ്ങും. ചേട്ടാ, വിസ്മയുടെ കേസ് അതിപ്പം ഏതായാലും ഈ 10 വർഷത്തെ ശിക്ഷയായി 12 ലക്ഷം രൂപ ശിക്ഷിച്ചു. ഇപ്പോൾ ആ കേസിൻ്റെ ഇതുവരെയുള്ള സ്ഥിതി നോക്കുമ്പോൾ ആരോടൊക്കെയാണ് ചേട്ടൻ നന്ദി പറയാൻ തോന്നുന്നത്? നന്ദി പറയേണ്ട ആദ്യം നിങ്ങൾ എൻ്റെ സർക്കാരിനോടാണ്. ഞാൻ അന്നും ഇന്നും ഈ നിമിഷം വരെ ഞാൻ പറയണം, അന്ന് എൻ്റെ മകള് മരിച്ച് കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം മീഡിയക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോഴും ഞാൻ പറയണത്, എനിക്ക് എൻ്റെ സർക്കാരുണ്ട്, എനിക്ക് നീതി കിട്ടും, തീർച്ചയായിട്ടും എനിക്ക് അതിന് നീതി കിട്ടുമെന്ന് ഞാൻ അന്നും ഇന്നും ഒരേപോലെ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എനിക്ക് നീതി കിട്ടി. അതേപോലെ എനിക്ക് പറയാനുള്ള CM-ൻ്റെ കാര്യം. CM-നെ ഞാൻ 2ാമത്തെ ദിവസം ചെന്ന് കാണുമ്പോൾ കോവിഡ് കഴിഞ്ഞുള്ള ഒരു അദ്ദേഹത്തിന് കോവിഡ് കഴിഞ്ഞ് തീർന്നില്ല, എന്നിട്ടും എന്നെ ബസ്സിലേക്ക് ക്ഷണിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും വളരെ സൗമ്യമായിട്ട് എൻ്റെ ആ ഒരു വിഷമത്തിൽ പങ്കുചേരുകയും എന്ത് ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹം എനിക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് എനിക്ക് തരികയും പിന്നെ അതേപോലെ എനിക്കൊരു ടീമിന് അദ്ദേഹം തന്നു. ടീമെന്ന് പറയുന്നത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതിൽ അർഷദ ടൊലിമ, പിന്നെ നമ്മൾ റൂറൽ SP രാജൻ സാർ, അങ്ങനെ ഒരു ടീമും പിന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ഒരു രാജ്കുമാർ സാർ എന്നും പറഞ്ഞ DSP, അദ്ദേഹത്തിന് പറയാനായിട്ട് വാക്കുകൾ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം അത്രത്തോളം സത്യസന്ധമായിട്ട് എല്ലാത്തിനും ഒരെണ്ണത്തിന് പോലും ഒരു പാവപ്പെട് വരാതെ അദ്ദേഹം അന്വേഷിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ കിട്ടിയെന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ദൈവത്തിനെ പോലെ ഞാൻ കാണുന്ന രാജ്കുമാർ സാറ്, നമ്മൾ അഡ്വക്കേറ്റ് രാജ്കുമാർ സാർ. അദ്ദേഹം അതേപോലെ തന്നെയാണ് ഉറക്കം ഒഴിച്ചിരുന്ന് ആ അന്വേഷണത്തിൻ്റെ എല്ലാം ഒരു കണ്ണി പോലെ കോർത്ത് അതിനെടുത്ത് കോടതിയിൽ സമർപ്പിക്കുകയും എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടിയത്. പിന്നെ എല്ലാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ, അത് മീഡിയ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാർ. മീഡിയ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അന്ന് കോവിഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോട്ടലില്ല, ഭക്ഷണമില്ല, വെള്ളം വെറും പച്ചവെള്ളം വീട്ടിൽ നിന്ന് മാത്രം കുടിച്ച് അവർ 3-4 ദിവസം എൻ്റെ വീട്ടിൽ തമ്പടിച്ച് കിടന്ന് അവരാണ് ഈ ലോകത്തെ ഇതിൻ്റെ മൊത്തം അറിയിപ്പിച്ചത്. അതിൻ്റെ ഞാൻ അവരുടെ ഏത് രൂപത്തിൽ നന്ദി പറയണമെന്ന്. പിന്നെ നമുക്ക് ചില ചാനലുകളുണ്ട്, അത് സ്വാഭാവികമല്ലേ, നമുക്കൊരു വിമർശനം ഉണ്ടാകുമ്പോഴേ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ ചാനലിനും ഞാൻ നന്ദി അറിയിപ്പിക്കുകയാണ്. ആ ചാനൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം ഏതാണ് ചാനലെന്ന്. അത് കാരണം അതെൻ്റെ എതിർഭാഗം വക്കീലായിട്ട് വന്നതിൻ്റെ സുഹൃത്താണ് എൻ്റെ MD എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിനാണ് എനിക്ക് കൂടുതൽ എനിക്ക് നന്ദി അറിയിക്കാനുള്ള ആ ഒരു ചാനലിന്. കാരണം അദ്ദേഹമാണല്ലോ ഇത് ഇത്രയും നമ്മളെ ഒരെണ്ണം ഒരു നുള്ളി നോവിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് ദൈവമായിട്ട് നമുക്കൊരു ഇത് കൊണ്ടുതരും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഏതായിരുന്നാലും എനിക്ക് നീതി കിട്ടി, കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും നമ്മളവിടെ പിന്നെ അഡ്വക്കേറ്റ് G. മോഹൻരാജിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓരോ ഡേറ്റ് വെച്ച് പറയുക. അതെ, എന്ന് പറയുന്നത് ഇതെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമില്ല. അത് അമ്മ പറയണ കേൾക്കണം. കാരണം ഉച്ചയ്ക്ക് ഒന്നുമില്ല, വൈകിട്ട് എന്തെങ്കിലും ഒരു 3:30-4 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു കഴിച്ചിട്ട് പിന്നും പോയിരുന്ന് പഠിത്തം തന്നെ. ഇതിനെ എങ്ങനെയൊക്കെ ഏതെല്ലാം രൂപത്തിൽ കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊരു കേസ് വാദിക്കാൻ തുടങ്ങിയാൽ അത് വിജയിച്ചല്ലാതെ അദ്ദേഹത്തിന് വിഷമമില്ല. കാരണം അത് ഞാൻ അത് കണ്ടതാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം ഞാനും അദ്ദേഹമായിട്ട് ഏതാണ്ട് ഒരു ഈ കേസ് തുടങ്ങിയതിന് ശേഷം കാണാത്തൊരു ദിവസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് എനിക്ക് അടുപ്പവും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കൊരു ഹൃദയത്തിൽ അതാണ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ സഹോദരങ്ങൾ പോലും അധികകാലം എനിക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനമായി ഇപ്പോൾ അദ്ദേഹത്തോട്. ഞാൻ സക്കീർ ഹുസൈൻ ചേട്ടൻ്റെ ഫ്രണ്ട്, അപ്പോൾ എന്നോട് ഞാനിപ്പോൾ പുള്ളിയോട് പറഞ്ഞാൽ ഇദ്ദേഹം ഉത്തര കേസ് വാദിക്കുന്നുണ്ട്, നമ്പർ വേണം തരാം ഒന്ന് വിളിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്തിനാ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി കേസുണ്ട് എന്ന് പറഞ്ഞു. അത് രാജ്കുമാർ സാറ്
ഈ കേസിൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹത്തെയാണ് ആദ്യം സമീപിച്ചത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ശാസ്താംകോട്ട നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കൊല്ലത്തൊരു വക്കീലുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചാൽ സാർ അതാ ഏത് വക്കീലാണ്, അത് ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞു. ഒക്കെയാണ് അവിടെ ചെന്ന് സാറിനെ കണ്ടപ്പം പറഞ്ഞ് എടുത്ത വായിൽ പറഞ്ഞത്, എനിക്കത് പറയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറയുന്നത്, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം, പക്ഷേ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ ആ തെറ്റ് എനിക്കറിയാം സാർ, ഞാനത് കുറ്റം ഞാൻ ഏറ്റു പറയുന്നു, അതിന് എന്ത് ശിക്ഷ എനിക്ക് തന്നാലും ഞാനത് ശിരസ വഹിക്കും സാർ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനൊരു. അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ തെറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു സാർ ഞാൻ സ്ത്രീധനം കൊടുത്ത തെറ്റാണ് സാർ, അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അതിന് ഞാൻ അദ്ദേഹം അന്ന് എൻ്റെ കൂടെ പറഞ്ഞു ആ ശരി, ഈ ഒരു പശ്ചാത്തലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കും ാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞ് ഈ സമൂഹത്തിൽ നമുക്ക് ഏതായിരുന്നാലും നമുക്കൊരു ശിക്ഷ വാങ്ങി കൊടുക്കണം, ഞാൻ അതിന് കഷ്ടപ്പെടാൻ പോവുകയാണ്. അതെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ പുള്ളി കണ്ണു തുടങ്ങിയ ഈ വോയിസ് ക്ലിപ്പ് മൊത്തം കേട്ട ഒരു മനുഷ്യനും അത് എഴുതിയെടുത്തതും അതിൻ്റെ എല്ലാ വശങ്ങളും അതിനകത്ത് ഈ തെറ്റു കുറ്റങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ള എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അതേപോലത്തെ ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ, എനിക്ക് വയസ്സ് 54 കഴിഞ്ഞ് 55ാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആത്മാർത്ഥത, ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത. പക്ഷേ ഈ നാട്ടുകാരെ കുറിച്ചും നാട്ടുകാർ ഒന്നടങ്കം അന്ന് കിരണിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇന്നപ്പം ചാണകവും ചൂലും ഒക്കെ ആയിട്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ജോലി ആയിപ്പോനായിരുന്നു, സത്യമായിട്ടും ജോലി ആയിപ്പോനെ. കൊണ്ടുവരാഞ്ഞതാണ് എന്തോ ദൈവത്തിൻ്റെ നിയോഗം പോലെ നടക്കാഞ്ഞതാണ് ഭാഗ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കിട്ടിയ ശിക്ഷ തൃപ്തനാണ്. പക്ഷേ എനിക്ക് ഇനിയും ഉണ്ട്, ഇനി ആ കുറേ വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷം വരും. അപ്പോൾ അതിന് നമ്മൾ കാരണം ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവരുടെ കുടുംബം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമേ പ്രതിയായുള്ളൂ, അതിനൊരു സങ്കടം. അതെ, അതിന് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കേസ് കാണാൻ എൻ്റെ കൂടെ രാജ്കുമാർ സാർ പറഞ്ഞത് ഇതാണ്, ഇപ്പം നമുക്ക് ഇത് നിലവിലോട്ടം നിൽക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കേസ് ചാർജ് ചെയ്യാമെന്ന്. അങ്ങനെയാണ്. മാത്രമല്ല ഇവന്റെ അളിയനും അളിയന്റെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോയി, അന്നാണ് ഇവൻ വളരെ വയലന്റ് ആകുന്നത്. അന്ന് ഈ കാണാൻ ഈ പെങ്ങളുണ്ടല്ലോ, പെങ്ങൾ പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടതാണ്. അങ്ങേരൊക്കെ അതിനൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം അങ്ങേരെ കൊണ്ടൊന്ന് തണ്ടാന് കൊടുക്കട്ടെ. കാരണം ഈ തണ്ടാനെന്ന് പറയുമ്പോൾ അവർ സാറ് പറഞ്ഞ ആ ഒരു ജോലിയെ ഇവർ കുറച്ച് കാണുന്നു, പക്ഷെ ആ ജോലി ഏറ്റവും നല്ലതാണ്. ഇന്ന് അവർ മേടിക്കുന്ന ശമ്പളം ഇന്ന് ഈ കിരൺ മേടിക്കുന്നില്ലായിരുന്നു. ഒരാള് കിട്ടത്തില്ലല്ലോ, ഇപ്പം ഇന്ന് കിട്ടത്തില്ല, ആ തണ്ടാന്മാരെ കിട്ടത്തില്ല. അപ്പോൾ അവർ ആ ഒരു സമൂഹത്തെ കുറച്ചു കാണിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് സാറ് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് തണ്ടാന് കെട്ടിച്ചു കൊടുക്കാൻ. എൻ്റെ മോളെ 4 വീട് ഞാനിവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വീട്ടിൻ്റെ തിണ്ണെ കെട്ടാൻ കൊള്ളൂലേ ഇവരൊക്കെ അറിയില്ല വിക്രമൻ ആരെന്ന്, ഇവർ നല്ലവണ്ണം മനസ്സിലാക്കണമായിരുന്നു. 4 വീട് എനിക്ക് അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ ഒരു വീട്ടിൻ്റെ ഒരു വിലയില്ല ഇവർക്ക്. അവർ പറഞ്ഞ് എൻ്റെ മോളെ തണ്ടാന് കൊടുക്കണമെന്ന്. അവൾക്ക് എന്ത് കിട്ടി? അവൾക്ക് ഈ 100 പവനല്ല, എന്ത് കിട്ടി? അവൾക്ക് എന്ത് കൊടുക്കാനുണ്ട്? റേഷൻ കടയിൽ തൂക്കാൻ നിന്നവനല്ലേ അവൻ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമോഷനായപ്പോൾ നമ്മൾ സംസാരിച്ചു പോകും. അതിനെപ്പറ്റി നമുക്ക് ഒരു പ്രാവശ്യം പോലും മോനെ വിലക്കിയില്ല. എന്ന് തലേന്ന് രാത്രി ഈ വീട്ടിൽ വിഷയം നടക്കുമ്പം ഇവർ ഒരു ഫോൺ കോൾ എനിക്ക് ചെയ്തുകൂടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നു. അതുമായിട്ട് സംസാരിക്കും, ഞാൻ നാളെ രാവിലെ ഞാൻ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ മോളുമായിട്ടൊന്ന് പറഞ്ഞ് ഒരു മോളുള്ളതല്ലേ. അങ്ങനെ അതൊന്ന് ചിന്തിക്കേണ്ട ഒരു മനുഷ്യനല്ലേ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ഏറ്റു, കാരണം ഞാൻ സ്ത്രീധനം കൊടുത്തതിനെ കൊണ്ട്. പക്ഷേ ഈ ഒരു തെറ്റും കൂടെ അവർ മനസ്സിലാക്കണ്ടേ. അവർ ഒരു വീട്ടിൽ ഇത്രയും വഴക്കുകൾ, ഇത്രയും പ്രാവശ്യം വഴക്ക് നടന്നേക്കുന്നതെന്നല്ലേ പറയുന്നത്. ഞാൻ 2 പ്രാവശ്യം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യം അങ്ങനെ എൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്. ഈ തന്ത 2 പ്രാവശ്യം എൻ്റെ കാല് പിടിച്ച്. അന്ന് അങ്ങനെയാണ്. പിന്നെ 9ാമത്തെ ദിവസം ഇവൻ ബാങ്കിൽ പോയി സ്വർണ്ണം ലോക്കറി തൂക്കാൻ ലോക്കറി വയ്ക്കാനും പറഞ്ഞ് വ്യാജനെ കൊണ്ടുപോയാണ് തൂക്കാൻ പോയതാണ് അവൻ. അപ്പോഴാണ് സ്വർണ്ണം കുറവുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് വഴക്ക്. ആദ്യം എന്നെ വിളിച്ചിട്ട് എന്തൊക്കെ സൗമ്യമായിട്ട് പിന്നെ അങ്ങ് രൂക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. അന്ന് വൈകിട്ട് ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട്ട് സംസാരം പറഞ്ഞ്, ഇല്ല വിക്രമപിള്ള, നിങ്ങൾ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഒരു സംസാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അവിടെ നിന്ന് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോൾ ഒരുപാട് പറയാനാണ്. അതൊക്കെ വെച്ചാൽ അവൻ്റെ ഒരു വിവരമില്ലായ്മ ആ തന്തയും തള്ളയ്ക്കും ആണ് ഞാൻ പറയുന്നത്. പക്ഷേ മോഹൻദാസ് സാർ പറയുന്നത് തള്ള ഒഴിവാക്കണമെന്നുള്ളതാണ്. തള്ളാക്കിയെന്ന് വെച്ചാൽ അതിനകത്ത് റോള് എന്ന് വെച്ചാൽ ഈ തള്ളെ ഇവൻ ചീത്ത വിളിക്കുന്ന രംഗങ്ങളുണ്ട്, വോയിസ് ഉണ്ട്. ഈ രാത്രി പോയി കിടന്ന് ഉറങ്ങുന്നമ്മ, ഇതിനകത്ത് ഇടപെടണ്ട, ഞാൻ അവളെയും കൊണ്ട് അങ്ങ് ആക്കട്ടെ എന്നൊക്കെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. കഞ്ചാവ് അടിക്കാറുണ്ട്, ശരിയായിട്ടും അറിയത്തില്ല. പിന്നെ മോള് പറയാണ്ട് ഇവൻ്റെ ഒരു മുറുക്കാൻ എല്ലാ സമയം തിന്നുമെന്നുണ്ട്. ഈ ബംഗാളികൾ റോഡ് സൈഡിൽ വിൽക്കുന്ന ഒരു മുറുക്കാൻ, അതിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ഇയാൾ ഇതിനുമായിട്ട് വെള്ളമടി ഉണ്ടാക്കും.
അന്നും അവൻ മദ്യപിച്ചിരുന്നു. മദ്യപിച്ചു ഇവിടെ വന്നപ്പോൾ ലോകമായിട്ടൊന്നും അല്ലെങ്കിൽ SI-ആയിട്ടൊക്കെ അന്ന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി. അപ്പോൾ അതിന്റെ കേസൊന്നും ആയിട്ടില്ല. അത് കേസ് ഞാൻ ഫയൽ ചെയ്താണ്. കാരണം ഇവിടെ വന്ന് ഈ മനുഷ്യന്റെ കരച്ചിൽ പോലെ അച്ഛനല്ലേ. പിന്നെ എൻ്റെ മോള് പറയണ വെച്ചാൽ അവനെ വെറുതെ വിട്ടാൽ അച്ഛാ ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്, കാരണം കേസ് ഫയൽ ചെയ്താൽ അവൻ്റെ ജോലി പോയാൽ അച്ഛാ പിന്നെ അവിടെ ജീവിക്കാനില്ല, അങ്ങനെയാണ് അവനാകെയുള്ള ഇതാണ് എന്ന് മോള് പറഞ്ഞത് അച്ഛനോട്. അയ്യോ കഷ്ടം കിടന്ന് കൊച്ചി കിടന്ന് കരച്ചില്ലല്ലേ. അവളെ അടിച്ചിട്ടും അവളെ ചവിട്ടിയിട്ടും അവള് ഞാൻ ഇവിടുന്ന് എണീച്ച് ഞാൻ എൻ്റെ മോൻ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ലെവൽ അങ്ങെടുത്ത് ഞാൻ കൂടെ ഓടിയിട്ട് ഓടി പോയവനാണ്. കിട്ടിയില്ല. അന്ന് എൻ്റെ മോളെൻ്റെ കാലിൽ പെട്ടി അവിടെ ഇട്ട് എന്നെ പിടിച്ച് ഞക്കത്തിടുകയാണ് ചെയ്ത് എൻ്റെ മോള്. അല്ലേ അവനെ അടിച്ചേനെ അല്ലേ എൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചാല് പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ആരോഗ്യത്തിന് കുറവൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെ എടുത്ത് ചുരുട്ടി അടിക്കാനുള്ള സ്ഥലം ആരോഗ്യമുണ്ട്. എന്നെ കൊണ്ടൊക്കും. ഞാൻ അധ്വാനിച്ചാണ്. ഞാൻ സ്പോർട്സിലും ആർട്സിലും ഒക്കെ ഞാനും നല്ല മിടുക്കനായിരുന്നു. ഞാൻ വോളിബോൾ ടീമൊക്കെ ഒരു വോളിബോൾ കളിക്കുന്നവനായിരുന്നു. ഞാനൊന്നും പറയണ്ട, അതൊക്കെ എല്ലാം പോയി. ഇവൻ സ്നേഹമായി നിന്നിരുന്നെങ്കിൽ ഇന്നേരവും പറയുന്നെന്ന് പറഞ്ഞ് ഞാനത് അമ്മ പറഞ്ഞാണ് എൻ്റെ അച്ഛൻ ഞാൻ എല്ലാം കൊടുക്കാം പിന്നും കൊടുക്കാമെന്നാണ് അച്ഛാ പറഞ്ഞത്. ഞാൻ എന്നിട്ട് അവൻ ഇത് കേൾക്കാത്തുണ്ട്. മോൻ അവനുമായിട്ട് സംസാരിച്ചു. ഇപ്പം ചേട്ടന്റെ കയ്യിലുള്ള വീതമായാലും എല്ലാം ഇപ്പം മോളെന്നോ മോനെന്നോ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഒരു വീടും വരെ കൂടെ ഒരു 19 സെൻറ്റും ഒരു വീട് 20 സെൻറ്റും ഒക്കെ ഉള്ളു, പിന്നെ ഒരു 36 സെൻറ്റില്ല. ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് വിറ്റാലേ അവന് സുഖമായിട്ട് കൊടുക്കാൻ കഴിയില്ലേ? അവൻ്റെ സുഖമായിട്ട് അവന് നിന്നൂടെ? ഒന്ന് വെയിറ്റ് ചെയ്തു. അത് ഈ കൊറോണ കാലത്ത് വിൽക്കാൻ പറ്റുമോ? പറ്റൂല. രജിസ്ട്രേഷനൊന്നും നടക്കുന്നില്ല. ഞാൻ ഇല്ലെങ്കിൽ ഈ വസ്തു എഴുതി അവന് കൊടുത്തന്നെയായിരുന്നു. ഈ 1 ഏക്കർ 20 സെൻറ്റ് വസ്തു ഞാൻ എല്ലാം റെഡിയാക്കി പ്രമാണം എല്ലാം എടുത്തുകൊണ്ട് വെച്ചേക്കാൻ അവൻ എഴുതി കൊടുത്താൽ അങ്ങ് കൊടുക്കാനായിട്ടുള്ള. അല്ല നമ്മുടെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത് എന്ന് നമ്മൾ മാക്സിമം നോക്കിയതാണ്. അതെ. ഇപ്പോൾ ഇതിനകത്ത് ഈ 9ാമത്തെ ദിവസം അവൻ സ്വർണ്ണം തൂക്കിയതിന് ശേഷം അവളെ അടിച്ചു. അന്ന് അടിച്ചില്ല. എന്നാ മുഖത്ത് ചവിട്ടിയതെന്നാ നിലത്തിട്ട്? അത് പിന്നെയാണ് അത് മോളുടെ മെസ്സേജിനകത്തോ? അത് മെസ്സേജിനകത്ത് പിന്നെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചത് കണ്ടാണ് അത്. പക്ഷെ ഒരു ദിവസം അവൾ ചിരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അച്ഛന് പറഞ്ഞു. അത് മറ്റേ കൂട്ടുകാരിയുടെ മരുമോളുടെ കണ്ട് സംസാരിച്ചതാണ്. അന്ന് അതാ ഒരു സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം അവൾക്ക് അച്ഛനോടും അമ്മയോടും ഉള്ള സ്നേഹം അവൻ അറിയുന്നില്ല. മക്കളും അച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് അവനറിയില്ല. കാരണം അറിയാത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് വേറൊരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് പിന്നെ ഏതിലൊരു വോയിസിലാണ് കേട്ടത്. കാരണം ഈ ബോംബെയിൽ അവൻ്റെ ഒരു ചേട്ടത്തീര വലിയമ്മേലെ മക്കൾ താമസമുണ്ട് ബോംബെയിൽ. അപ്പോൾ അവരും മോളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ കീർത്തിയുടെ കല്യാണത്തിൻ്റെ അന്ന് ഈ കിരൺ ഈ തന്തെ അടിച്ചെന്ന് പറയുന്നത് വെള്ളം അടിച്ചിട്ട്. ശരി, സ്വന്തം തന്തയെ അടിച്ചിട്ടുണ്ട്. ഈ വളർത്തി പഠിപ്പിച്ച തന്ത. അതിന്റെ ശിക്ഷയാണ് ഇപ്പൊ അവന് കിട്ടിക്കൊണ്ട്. അല്ല, അപ്പം പിന്നെ നമ്മൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? അമ്മായിയപ്പനായ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ? അവരോട് സംസാരിച്ച് ഞങ്ങൾക്ക് എന്നെ അടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മക്കളെ അത് സാരമില്ല, കാരണം അവൻ്റെ അച്ഛനെ അടിച്ചിട്ടുണ്ട്. ഈ ചേട്ടത്തീര ഈ അവൻ്റെ മൂത്തമ്മേരെ ബോംബെ താമസിക്കുന്ന മൂത്തമ്മേരെ ഇത് അവരുമായിട്ടൊന്ന് വോയിസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ചോദിച്ചു നോക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മോളിലൂടെ പറഞ്ഞ വാക്കാണ് ഇത്. അമ്മയുടെ ഇവള് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അച്ഛന് അവൻ ഈ കീർത്തിയുടെ കല്യാണത്തിന് എന്തോ വിഷയത്തിൽ അവൻ പിടിച്ചെള്ളി തള്ളി മുറ്റത്ത് നീ തള്ളി ഇട്ടിട്ടുണ്ടെന്ന്. അന്നും പിടുത്തമാണ്. ഇത്ര നീചനാണ്. പിന്നെ നമ്മളെന്ത് പറയാൻ? ഈ രാജ്കുമാർ സാറിന്റെ എടുത്ത തെളിവുകളെല്ലാം ഒന്നും കോടതി തള്ളിക്കളഞ്ഞില്ല. ഇല്ല, ഒന്നുമില്ല. കാരണം അതൊക്കെ പഠിച്ച്, കാരണം ഇതിനാൽ തെളിവും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ മോഹൻരാജ് സാറിനെ പറ്റി നമുക്ക് അദ്ദേഹം കേസ് പഠിച്ചേ ബാധിക്കും. അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാലും തീരുവില്ലാത്തതിനുള്ള നന്ദിയും അതേപോലെ എല്ലാവരോടും. ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് ചവിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. സത്യമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, മോക്കുമില്ല. അതാണിപ്പോൾ അവിടെ വേറൊരു കേസിൽ വേറൊരു ഇതായിട്ടായത്. കാരണം ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടേ ഇല്ല. പക്ഷേ എനിക്കൊരു അക്കൗണ്ട് എത്രയോ വർഷം മുമ്പ് എൻ്റെ മോളെടുത്ത്, അത് അവക്കുള്ള കൂട്ടുകാരിയാണ്. കാരണം മോക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അന്ന് അവക്കുള്ള കൂട്ടുകാരിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിന് ഞാൻ എന്തോ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാണ് ഇവർ. പക്ഷേ വിസ്മയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതാണ് കള്ളത്തരം എന്ന് പറഞ്ഞാൽ. ഇതുമാണ് കള്ളത്തരങ്ങൾ പറഞ്ഞാണ് ഈ സാറിനെ പറ്റി. പക്ഷേ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചപ്പോൾ അവന് കിട്ടാവുന്ന അത്രയും ശിക്ഷ. ഇപ്പോൾ 9 വകുപ്പിൽ 2 വകുപ്പ് ഒഴിച്ച് ബാക്കി മൊത്തത്തിൽ തൂത്തുവാരി കിട്ടി. 25 വർഷത്തെ ശിക്ഷയാണ് അവൻ 10 വർഷമായിട്ട് അതിന് അനുഭവിക്കുന്നത്. അപ്പോൾ അവൻ എന്തുമാത്രം, പക്ഷെ അവൻ ഒരിക്കലും കുറ്റബോധമില്ലായിരുന്നു. ഞാൻ ചേട്ടൻ കണ്ടിരുന്നു അവനെ കോടതി വെച്ച്? എപ്പോഴും കാണുന്നില്ല, ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമല്ലോ. അപ്പൊ അവൻ എന്തെങ്കിലും കുറ്റബോധം? ഒന്നുമില്ല, അവൻ വെറുതെ അവൻ കൂളായിട്ട് അവൻ നിൽക്കുകയല്ലേ. നിങ്ങളൊക്കെ കോർട്ടിന്റെ തൂണയിൽ ഇങ്ങനെ തല ചായ്ച്ച് വെച്ച്, മോഹൻരാജ് സാർ പറയാണ്, ഇങ്ങനെ തല ചായ്ച്ച് വെച്ച് അച്ഛനും അമ്മയും കരയുമ്പോൾ മന്ദസ്മിതത്തോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഈ പ്രതിഭാ മക്കളുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് തകർന്നു.
അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ട്, അതിനകത്തിരുന്ന് ഞാൻ 3-4 പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് എൻ്റെ കുട്ടിയെ ഞാൻ വളർത്തിയതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു വിഷമം വരും സ്വാഭാവികമായിട്ടും. പിന്നെ അവർ ചില ദിവസങ്ങളിൽ കോടതി പോകാതിരുന്നു. ഞാൻ ഈ സൗണ്ട് സാറിന് ഞാൻ പറയും, സാറിന് പ്ലേ ചെയ്യുന്ന ദിവസം എന്നെ വിളിക്കില്ല സാർ ഞാൻ പറയും, സാർ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി വെളിയിൽ വന്നിരുന്നുള്ളൂ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മോടെ സൗണ്ട് കേൾക്കുമ്പോൾ ചേട്ടാ ഇപ്പം ആർക്ക് വേണമെങ്കിലും ചേട്ടനെ കുറ്റപ്പെടുത്താം, അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ഇതൊക്കെ പറയാം. പക്ഷേ ഉണ്ടല്ലോ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ആ കുറ്റം ഞാൻ സിറാസിൽ ആ വോയിസ് ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കേട്ടു. അതിനെല്ലാം ഞാൻ സന്തോഷപരമായിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ കുഴപ്പമില്ല എനിക്ക്, കാരണം ഞാൻ അർഹതപ്പെട്ടവനാണ് അത് കേൾക്കാൻ. കാരണം ഒരു അച്ഛനും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും സ്ത്രീധനം കൊടുക്കരുത്. ഞാൻ അത് ഇന്ന് തന്നെ ഇവിടെ കോഴിക്കോട് നിന്ന് വിളിച്ചിട്ടാണ് ഒരു ടീം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച അവിടെ ഒരു സ്ത്രീധന രഹിത വിവാഹം ഉണ്ട്, ഒരു സമൂഹ പോലെ. സ്ത്രീധനം ഇല്ലാത്തൊരു കല്യാണം തന്നെ. അപ്പോൾ അതിന് എൻ്റെ ഒരു പ്രസൻസ് അവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു ആൾ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ബന്ധപ്പെടാം. ഇനിയിപ്പോൾ അത്തരം പ്രവർത്തനങ്ങളാണ്. അതാണ് കാരണം ജീവിതത്തിൽ സാമൂഹ്യ പ്രവർത്തനം ധാരാളം ചെയ്യുന്ന ആളാണ് ചേട്ടൻ എന്നറിയാം. അപ്പോൾ ഇനിയും കൂടുതലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലാണ്. അടുത്ത ആഴ്ച അങ്ങനെ ഒരു ഇതിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ സന്തോഷം ചേട്ടനോട് സംസാരിച്ചതിന്. ഓരോന്ന് പച്ച തെറിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു വിദ്യാഭ്യാസമുള്ള ഇപ്പം ഇവർ പറയണ ഈ തെങ്ങ് കയറ്റക്കാരൻ തണ്ടാനെന്ന് പറയണ അവർ പോലും പറയാൻ മടിക്കുന്ന ചീത്തകളാണ് എൻ്റെ മോളെ. എന്നിട്ടാണ് ഈ പെണ്ണും ഒരു വീട്ടിൽ പോയി താമസിക്കുമെന്ന്. അവളെ വീട്ടിലല്ല അവൾ താമസിക്കുന്നത്. എൻ്റെ മോളെ തണ്ടാന് കെട്ടിക്കൊടുക്കാൻ പറയുന്നവളും താമസിക്കുന്ന വേറൊരു അന്യ വീട്ടിലാണ്. അപ്പോൾ ആലോചിക്കണം, അവൾക്കും വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവളല്ല. നമ്മൾ ആലോചിക്കേണ്ടത് അതൊക്കെയാണ്. അതേപോലെ ഒരു സ്കൂൾ അധ്യാപികയാണ് തൃശ്ശൂർ, അവൻ്റെ വലിയമ്മയുടെ ഒരു മോള്. ശരി, അത് അവൾക്കുള്ള വോയിസ് എൻ്റെ ഇരിപ്പുണ്ട്. അവൾക്കും എതിരായിട്ടും ചിലപ്പോൾ ചലിച്ചാൽ ഈ ജോലി അവൾക്കുള്ളതും പോവും. അവളും പറയുന്നുണ്ട് അവൻ്റെ മോനെ സ്ത്രീധനം എന്ന് പറയരുത്, സ്ത്രീധനം ഇല്ലാത്ത രൂപത്തിൽ വേണം നീ സംസാരിക്കാനും, അതേപോലെ നീ മക്കളെല്ലാം ഓർമ്മിച്ചും സൂക്ഷിച്ചും വേണം സംസാരിക്കാൻ. അല്ലാതെ അവനെ പറഞ്ഞു കൊടുക്കുമല്ല മക്കളെ നീ ആ സ്ത്രീധനത്തിൻ്റെ കാര്യം അവർ തരട്ടെ എന്നുള്ളൊരു വാക്കല്ല. ആ സ്കൂൾ അധ്യാപികയാണ് അവള്. എന്തുകൊണ്ടാണ് ചേട്ടൻ പുറത്തു വിടാത്തത്? ഞാൻ അത് കാണാന്ന് വെച്ചാൽ നമുക്ക് അതും 2 കുട്ടികളും അവൻ അങ്ങേര് കോളേജ് ലെക്ചറും കണ്ടാണ് ഹസ്ബൻഡ്. എബുക്ക് കോളേജ് സ്കൂൾ അധ്യാപികയാണ്. കാരണം ഇനി എന്തിനും നമ്മൾ അവരെയൊക്കെ കാരണം ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇത് ഏതായിരുന്നാലും അതിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഒരു അന്വേഷണം ഏതായിരുന്നാലും അവരെ സ്കൂളിലും ചെല്ലും. ഇത് ഈ ചേട്ടത്തി ഇവൻ്റെ വലിയ മുത്തമ്മയുടെ മോളെന്ന് പറയുന്നത് അവളും ഒരു അധ്യാപികയാണ്. അവൾക്ക് അവന് പറഞ്ഞു കൊടുക്കുക, മക്കളെ നീ ആ സ്ത്രീധനൊന്നും നീ പറയണ്ട, എന്തിനാ അത് അമ്മക്ക് ഇനി ഉള്ളത് മതി, നീ ആ തന്നല്ല നല്ലൊരു പെണ്ണും ഒരു വിദ്യാഭ്യാസമുള്ള പെണ്ണും അല്ലേ മതി. അതൊന്നും പറഞ്ഞു കൊടുത്തില്ല അവർ. ആ സ്ത്രീ അതൊരു അധ്യാപികയാണ്. പിന്നെ 2 കുട്ടികൾ, ഒരു പെണ്ണും ഒരാണും ഉള്ളതാണ്. തൃശ്ശൂരാണ് അവരെ സ്ഥലം. അത് അവൻ്റെ മൂത്തമ്മേരെ മോളാണ്. ആ ശാസ്താനട റോഡ് സൈഡിൽ താമസിക്കുന്ന അങ്ങേരെ ശിവദാസൻ പിള്ള എന്ന് കണ്ട് പറയുന്ന അങ്ങേരെ മോളാണത്. മോഹൻലാൽ സാറിന് അറിയാം, മോഹൻ സാറിന് കേട്ടിട്ടുള്ളതാണ്. അപ്പം സാറാണ് പറഞ്ഞത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വിക്രംപിള്ള, എങ്ങനെ എന്താണ് ഇവർ നിലപാട്, ഇവരൊക്കെ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സപ്പോർട്ടിനെതിരെ. കാരണം ഇത് അതും കൂടെ ലോകരൊന്നും അറിയട്ടെ. അപ്പോൾ ഇതാരൊക്കെ എന്തൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. ഇപ്പം തന്നെ ഞാൻ ചോദിട്ടെ, ഇപ്പം ഇവൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ പറഞ്ഞു കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ ആളെ ഇപ്പോഴും അവൻ്റെ പെണ്ണുപിള്ളേരുടെ അടുത്തല്ലേ കിടക്കുന്നത്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് ഈ ബോംബെ താമസിക്കുന്ന ഒരു മൂത്തമ്മേരെ മോളിവിടെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നീ അതെല്ലാം കളഞ്ഞരാം, അവർ അങ്ങനെ തന്നെയാണ്, അവരിങ്ങനെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ഥിരം ഉണ്ടാകുന്നുണ്ട്, അച്ഛനെ തല്ലിയവരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ മോളിവിടെ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ആൽബം എടുത്താൽ ആൽബം നമ്മൾ മേടിക്കാതിരിക്കും. നമ്മൾ ആ കുട്ടിയോട് അല്ലെങ്കിൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ആൽബം നമ്മൾ മേടിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. അവൻ മേടിച്ചിട്ടില്ല, ഇന്ന് വരെ ആ ആൽബം മേടിച്ചിട്ടില്ല. അവൻ കല്യാണ ഫോട്ടോ എടുത്ത എന്ന് 3-4 പേരാണ് അന്ന് അവൻ ക്യാമറമാനായിട്ട് കൊണ്ടുവരുന്നത്. കാരണം അവൻ മേടിച്ചിട്ടില്ല. അവൻ അത്ര നീചന. അപ്പോൾ അന്നേ അവനത് വേണ്ട എന്നുള്ള ഒറ്റ തീരുമാനം. കാരണം ആ വണ്ടി കണ്ടപ്പോൾ അവൻ്റെ കിളി പോയെന്ന് പറയുന്നില്ല. അതിന് ശേഷം അവന് വേണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തിയതാണ്. അതുപോലെ വേറൊന്നും കൂടെ പറഞ്ഞു, അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അവൻ്റെ പറഞ്ഞിട്ട് വാളയാറിലെങ്ങാനും പോയി നമുക്കൊരു വല്ല ഇരുന്നാൽ പോരെ, ഇതിൽ കൂടിയ വണ്ടി നമുക്ക് എടുത്തൂടെ.
ആ വണ്ടിയെ കൊണ്ട് കളഞ്ഞിട്ട് നീ അവളെ സുഖമായിട്ട് നില്ല്, നമുക്ക് വാളയാർ പോകാടാ, വാളയാർ പോയി ഒരു കൊല്ലം ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളും വലിയ ബെൻസ് മേടിക്കാം, മെർസിഡീസ് മേടിക്കാം. ഇതെല്ലാം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മോഹൻദാസ് സാർ. ശരി, ഇതൊക്കെ വോയിസ് മെസ്സേജാ. പിന്നല്ലേ ഇതൊക്കെ ഇതെല്ലാം അവൻ്റെ ആണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കയ്യപ്പുണ്ടെന്ന് പറഞ്ഞ ഇതാണ്. ഇത് മൂലം കുറേ ആൾക്കാരൂടെ കുടുങ്ങി, ഒരുപാട് പേര് കുടുങ്ങും. ഇതെല്ലാം അതാണ് ഞാൻ പറഞ്ഞ ഈ കിരണിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞത്. വാളയാർ പോയി ഒരു കൊല്ലം ഇരിക്കാടാ നമുക്കെന്ന്. കാരണം അപ്പം എന്താണ് അതിന് ഉദ്ദേശിക്കേണ്ടത്, എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പാവപ്പെട്ട നമ്മൾ ഈ വെളിയിൽ നിൽക്കുന്ന നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഏതായാലും മോന് പിന്നെ കപ്പലിലാണ്. അവനിനി എന്നിറങ്ങുന്നത്? അവനിനി ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരുത്തന് അതിന് ഉത്തരവാദിയായ ഒരുത്തന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്, അത് മാത്രമേ ആ ആത്മാവിനോട് നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇനി ഉണ്ട്, ഇനി നമുക്ക് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കയറിയൊക്കെ ഇറങ്ങട്ടെ. അപ്പം വളരെ സന്തോഷം ചേട്ടാ, ഇത്രയും സമയം. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അയ്യോ ചേട്ടാ അത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു നാടകം നടിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടി ഉരുമിയൊക്കെ മനുഷ്യനല്ലേ ഇത്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. എം വി രാഘവന്റെ ഒരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ എം വി രാഘവൻ ഒരു CMP നേതാവ് എന്നുള്ള നിലയിലാണ്. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ട. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ വനംവകുപ്പിന്റെ CCFമാർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് എങ്ങനെയാണ് സാക്ഷികൾ കൂറുമാറുന്നത്? ബ്രെയിൻ മാപ്പിങ്ങോ നുണപരിശോധനയുടെ എല്ലാ മേഖലകളെയും കടത്തിക്കൊണ്ട് പോയിക്കോളൂ. നമ്മുടെ ചർച്ച ഇയാൾക്ക് ജാമ്യം കിട്ടണോ വേണ്ട എന്നുള്ള ചർച്ചയിൽ നിന്ന് നമ്മളെ മാറ്റിയില്ലേ, കോടതിയെ മാറ്റിയില്ലേ, മീഡിയയെ മാറ്റിയില്ലേ. പൾസർ സുനിയും സംഘത്തെ ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഇരയ്ക്ക് നീതി കൊടുക്കാൻ പറയുന്നു. അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് മാപ്പ് പറഞ്ഞ് ഞാനും കരയിൽ വിളിച്ചു.